ഓക്കെ ബൈ. കുടുംബവിശേഷം പങ്കുവയ്ക്കാം. കുടുംബത്തിലെ അന്തഃഛിദ്രങ്ങൾ, വഴക്കുകൾ, വക്കാണങ്ങൾ, അതുപോലെ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിലെ വൃത്തികെട്ട ഭാഷണങ്ങൾ, വയസ്സായ സ്ത്രീകളെ തെറിയും ചീത്തയും പറയൽ, ഇതൊക്കെ ഒരുപാട് കഴിഞ്ഞ ഒരു ആഴ്ചകളായിട്ട് കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയിലെ യഥാർത്ഥ നിറം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കാനുണ്ടായ ഏക കാരണം അഹാന തന്നെയാണ്. അഹാനയുടെ കസിനായിട്ടുള്ള തൻവി അമ്മൂമ്മ എന്തുകൊണ്ട് താൻ പെട്ടെന്ന് നാട്ടിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിട്ട് അമ്മൂമ്മയുടെ ഒരു കരച്ചിൽ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഇട്ടു. ഇതിന് എക്സ്പ്ലനേഷനായിട്ട് എന്തുകൊണ്ട് അമ്മൂമ്മ തങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അഹാന പുറത്തു വിട്ടപ്പോൾ അതിലൊരുപാട് തൻവിക്കെതിരെയുള്ള കൂരമ്പുകൾ അവരാദ്യം എഴുതി വെച്ചു. തൻവി എപ്പോഴും തന്നെ അമ്മ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ആ മാതൃത്വത്തെ തിരസ്കരിക്കുന്ന ആ അമ്മയെ ഗ്ലോറിഫൈ ചെയ്യും. ആസെ കുഞ്ഞമ്മ അല്ലെങ്കിൽ ചെറിയമ്മ അത്ര നൈസാണ്, അവർ അത്ര ഡീസൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇത് തൻവിയെ ചൊടിപ്പിക്കുകയും അഹാനയുടെ യഥാർത്ഥ നിറം, അതായത് അഹാന അമ്മൂമ്മയോട് പറയുന്ന കുറേ വൃത്തികെട്ട വാക്കുകൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ചാറ്റൊക്കെ പുറത്തു വന്നു. ആ അമ്മൂമ്മ തന്നെ കരഞ്ഞിട്ട് അഹാന അടിക്കാൻ വന്നതിനെ പറ്റി, അഹാന ഉപദ്രവിച്ചതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അഹാനയുടെ ആ സ്റ്റോറിയുടെ ചെറിയ ചില ചുരുക്കങ്ങൾ നമുക്കൊന്ന് നോക്കാം. അഹാന ആദ്യം പറയുന്നത് താനും തൻ്റെ കുടുംബവും ഇപ്പോൾ ജനവിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ കുടുംബത്തെ ഒതുങ്ങേണ്ടിയിരുന്ന കാര്യം വല്ലാത്ത മോശം അവസ്ഥയിലൂടെ പുറത്തു വന്നിരിക്കുന്നു. കുടുംബ ഗ്രൂപ്പിലുള്ള വാട്സപ്പ് സംഭാഷണങ്ങളുടെ ഒരു ഭാഗം വെച്ച് തങ്ങളെയും തങ്ങളുടെ കുടുംബത്തെയും അപമാനിക്കാൻ ശ്രമിക്കുന്നു. താൻ എന്തുകൊണ്ട് തൻവിയുടെ വീഡിയോയ്ക്ക് മറുപടിയായി വന്നു എന്നുള്ളതിൻ്റെ കാരണം, ഒരമ്മ തന്നെ നോക്കാൻ ആരുമില്ല എന്ന് പേരക്കുട്ടിയോട് അപേക്ഷിക്കുമ്പോൾ അവിടെ ചോദ്യത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നത് സിന്ധു കൃഷ്ണയാണ്. എന്തുകൊണ്ട് നിങ്ങൾ അമ്മയെ നോക്കുന്നില്ല എന്നുള്ള ആ സമൂഹത്തിൻ്റെ ചോദ്യം തന്നെയാണ് താൻ അമ്മയ്ക്ക് ആ ട്രോമ ഉണ്ടാവുകയും അമ്മയെ രക്ഷിക്കാനാണ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. പക്ഷെ അതിൻ്റെ മറുപടിയായിട്ട് ഇത്തരം കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിലെ ഇത്തരം സംഭാഷണങ്ങളുടെ ഒരു ഭാഗം മാത്രം പുറത്തുവിട്ട കസിനെയാണ് അല്ലെങ്കിൽ ആ ബന്ധുവിനെയാണ് അഹാന കുറ്റപ്പെടുത്തുന്നത്. ഒരു പക്ഷേ അമ്മൂമ്മയ്ക്ക് ഇതിൻ്റെ വരുംവരായികളെ പറ്റിയിട്ട് അറിയാനുള്ള ബോധമല്ലേ, വയസ്സായ സ്ത്രീയല്ലേ, ഇങ്ങനെ നമ്മളുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട കാര്യം യൂട്യൂബിൽ ചർച്ച ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അമ്മൂമ്മ തന്നെ വന്ന് കരഞ്ഞ് പറയുന്നുണ്ടല്ലോ, അഹാന എന്നെ അടിക്കാൻ വന്നു, അഹാന അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തൊക്കെയായാലും ബന്ധുവിനാണ് ഒരു 90% പഴിയും അഹാന വയ്ക്കുന്നത്. തൻവി, അതായത് തൻ്റെ ബന്ധു കൂടുതലും മോശം വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അമ്മൂമ്മയെ വെച്ച് സാക്ഷ്യം പറഞ്ഞൊരു വീഡിയോ ഇടുന്നു. ഇതിൽ ശരിക്കും അവർ അടിപതറിപ്പോയി എന്ന് അവർ പറയുന്നുണ്ട്. എങ്കിലും അമ്മൂമ്മയെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകൾക്ക് ഇതൊരു വലിയ അത്ഭുതമല്ല എന്നും കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അഹാന പറയുന്നത് അവരുടെ വീഡിയോയിലൂടെയാണ് നമ്മൾ അമ്മൂമ്മയെ കാണുന്നതും അപ്പൂപ്പനെ കാണുന്നതും ഒക്കെ. ഇനി എന്തുകൊണ്ട് അമ്മൂമ്മയായിട്ട് നേർക്ക് നേരെ അങ്ങനെ ഒരു സംഭാഷണം വേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൂപ്പൻ്റെ മരണത്തിന് 2 മാസത്തിന് ശേഷം നിങ്ങളൊന്ന് ആലോചിക്കണം. അവരുടെ അപ്പൂപ്പൻ്റെ മരണത്തിന് 2 മാസത്തിന് ശേഷം ചില കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഞാനും എൻ്റെ അനിയത്തിമാരും എൻ്റെ ഉറ്റ സുഹൃത്തും ഉൾപ്പെടെ ഞങ്ങൾ അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഇനി അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ റെക്കോർഡ് അമ്മൂമ്മ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് ഫോൺ റെക്കോർഡ് ഓൺ ചെയ്തിട്ടാണ് ഞങ്ങൾ ആ സംഭാഷണത്തിൻ്റെ തുടക്കം മുതലും അതിൻ്റെ അവസാനം വരെയും അത് റെക്കോർഡാണ് വിത്ത് പ്രൂഫ് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം അപ്പൂപ്പൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ മരണത്തിന് ആ ട്രോമയിലിരിക്കുന്ന ഒരു വയസ്സായ സ്ത്രീയുടെ അടുത്തേക്ക് അവരോട് കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, ഒരു കുടുംബകാര്യമല്ല സ്വത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, സ്വത്തിൽ എന്താണ് ഇങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം എടുത്തത്, എന്തുകൊണ്ട് തൻവിക്ക് എല്ലാം കൊടുത്തു എന്നുള്ളത് ചോദിക്കാനാണ് ഈ പേരക്കുട്ടികളൊക്കെ അങ്ങോട്ട് ജാതിയായിട്ട് ചെന്നത്. പക്ഷേ അവർ ചെന്നതോ നമ്മുടെ അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഫോൺ റെക്കോർഡ് ഓൺ ചെയ്തിട്ടാണോ ചെല്ലുക? ഒരു സാധാരണ ഒരു കുടുംബത്തിൻ്റെ ആ അറ്റ്മോസ്ഫിയറിൻ്റെ ഉള്ളിലേക്ക് എത്രമാത്രം ശിഥിലമായിട്ടുള്ള ഒരു കുടുംബ ബന്ധങ്ങളിലാണ് നമ്മൾ ആ ആൾ പറയുന്നത്. പ്രത്യേകിച്ച് വയസ്സായ ഒരു അമ്മൂമ്മയാണ്, നമ്മുടെ അമ്മയുടെ അമ്മ. അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും ഫോൺ റെക്കോർഡ് ഓൺ ചെയ്തിട്ട് പോവാറുണ്ടോ? അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ആ വയസ്സായ സ്ത്രീയെ ട്രാപ്പിലാക്കാനായിട്ട് വോയിസ് റെക്കോർഡ് പിടിക്കാനായിട്ട് പ്രൂഫ് ഉണ്ടാക്കാൻ പോയതാണ്. ഇനി ഇതെങ്ങാനും മറ്റേ പേരക്കുട്ടി വന്നാൽ പുറത്ത് വരുമ്പോൾ ഇതിനെതിരെ ഒരു തെളിവുണ്ടാക്കാൻ. അപ്പോൾ അമ്മൂമ്മ പറയുന്ന വയസ്സായ ആ അമ്മൂമ്മയെ പ്രകോപിപ്പിച്ചിട്ട് അവർ പറഞ്ഞ കുറേ അനാവശ്യ വാക്കുകൾ ഇവർ പിടിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ ഒരു വലിയ വിജയകരമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾക്ക് അമ്മൂമ്മയുടെ സ്വഭാവം അറിയാണ്ട് ഞങ്ങൾ റെക്കോർഡ് ഓൺ ചെയ്തു, ആ ലാസ്റ്റ് മിനിറ്റ് വരെയുള്ളതിന് എല്ലാവിധ പ്രൂഫും ഉണ്ട്, അത് ഉടനെ പുറത്തു വിടും, ഇനി ഞങ്ങളെ പ്രകോപിപ്പിച്ചാൽ അത് ഉടനെ പുറത്തു വിടുന്നതാണ്. എൻ്റെ അറിവിൽ തൻവി ഇതൊക്കെ അവസാനിപ്പിച്ച് അവരുടേതായിട്ടുള്ള വ്ലോഗുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇവർ ഈ വെളുപ്പിക്കാനുള്ള ഒരു 8 പേജുള്ള
സ്റ്റോറിയുടെ ആവശ്യം എന്താണ്? ഏറ്റവും പ്രധാനമായിട്ട് അവർ പറയുന്നത് കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ്. ഭർത്താവ് മരിച്ചിരിക്കുന്ന അമ്മൂമ്മയോട് ഇനി എന്ത് കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്? പച്ചയ്ക്ക് സ്വത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെയായിരുന്നു അവർ പോയത്. ഇനി അവർ അതും കൂടി പറയുന്നുണ്ട് കേട്ടോ. അതായത് ഞങ്ങൾക്ക് അമ്മൂമ്മയുടെയോ അപ്പൂപ്പൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ സൈഡിലുള്ള സ്വത്തുക്കൾ വേണ്ട. ഞങ്ങൾ 4 പെൺകുട്ടികളും അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. എന്തധ്വാനം? രാവിലെ പാറമടയിൽ പോയിട്ട് കല്ലുടക്കലാണോ അതോ തൊഴിലുറപ്പിന് പോകലാണോ ഇവർ ഈ പറയുന്ന അധ്വാനം? രാവിലെ എണീറ്റ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവർ ജിമ്മെടുക്കുന്നതും ഇവർ കാർ ഓടിച്ച് ട്രിപ്പുകൾ പോകുന്നതും ഇവരുടെ ബോയ് ഫ്രണ്ടുമൊത്ത് ഭക്ഷണം കഴിക്കുന്നതും ഏറ്റവും പുതിയ 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 ട്രെൻഡി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ച് കഴിക്കുന്നതൊക്കെ കാണിക്കാനാണ് ഇവരുടെ ഈ അധ്വാനം എന്ന് പറയുന്നത്. കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണകുമാറും 4 മക്കളും ഭാര്യയും എന്ത് പണിയെടുത്താണ് ജീവിക്കുന്നത്? രാവിലെ എല്ലാവരും കൂടിയിട്ട് സാധാരണ ഒരു കുടുംബത്തിനെ പോലെ എണീറ്റ് ജോലിക്ക് പോയി ചോറും കൂട്ടാനൊക്കെ വെച്ചു. വൈകുന്നേരം ഓരോരുത്തരായിട്ട് ജോലി കഴിഞ്ഞ് മടങ്ങി വന്നു, വീട്ടിലെ പണികൾ ചെയ്തു, പാത്രങ്ങൾ കഴുകി, രാത്രി കഴുകാനുള്ള ഡ്രസ്സ് കഴുകി, ഭക്ഷണം. ഇതാണോ? അല്ല. കൃഷ്ണകുമാറിൻ്റെ ഓരോ പെൺകുട്ടികളുടെയും വ്ളോഗിലൂടെ നിങ്ങളൊന്ന് പോയി തുടങ്ങിയാൽ രാവിലെ അവർ എണീറ്റ് നേരെ പോകുന്നത് ജിമ്മിലേക്കാണ്. അവർ അതിന് മുമ്പേ കഴിക്കുന്ന പ്രത്യേക തരം ഭക്ഷണങ്ങൾ, സ്മൂത്തികൾ, അത് കഴിഞ്ഞ് ജിമ്മിൽ പോകുന്നു. ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് അവരെന്തൊക്കെ ഡയറ്റാണ് ചെയ്യുന്നത്, പിന്നെ സ്വന്തമായിട്ട് കാർ ഓടിച്ച് പോകുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്നു. ഏകദേശം മില്യൺ വ്യൂ ആണ്. ആ ഹൻസിക കൃഷ്ണയുടെയൊക്കെ വീഡിയോകൾക്ക് മില്യൺ വ്യൂ ആണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അവരുടെ മന്ത്ലി ഇൻകം എത്രയായിരിക്കും? ഇവിടെ ഓരോ കൂലിപ്പണിക്കാരനും വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീകൾ ഉൾപ്പെടെ അവരുടെ ഫോണ് റീചാർജ് ചെയ്ത് കണ്ടിട്ടാണ് ഇവരുടെ കുടുംബത്തിനെ നമ്മൾ നിലനിർത്തണമെന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് അവരാരും പുറത്തു പോയി അധ്വാനിച്ച് വൈകുന്നേരം വരെ കല്ലടച്ചിട്ടും മണ്ണടച്ചിട്ടൊന്നും അല്ല. അവർ ജോലി ചെയ്യുന്നു എന്നുള്ളത് ഈവൻ അവരുടെ പ്രായത്തിലുള്ള ആ 4 പെൺകുട്ടികളുടെയും പ്രായത്തിലുള്ള കുട്ടികൾ തുണിക്കടയിൽ ഒന്ന് ഇരിക്കാൻ പോലും ആവാതെ മണിക്കൂറുകളോളം നിപ്പിൽ നിന്നിട്ട് രാവിലെ ഒരു 8 മണിക്ക് 9 മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി വരെ അവർ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആകെ ഒരു 20-25 മിനിറ്റാണ് അവർക്ക് ഊണ് കഴിക്കാൻ കൊടുക്കണത്. ഏത് ജോലിയായാലും അങ്ങനെയും ചെയ്യണം. ഇപ്പോൾ ഒരു കടയിൽ നിൽക്കുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചായാലും. അപ്പോൾ അവർക്ക് എന്നിട്ട് കിട്ടുന്നതോ ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നതിൻ്റെ 100% പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പറയുന്നു ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീകളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുതൽ വേണ്ട. പക്ഷേ അധ്വാനിച്ച് ജീവിക്കുന്നു എന്ന് മാത്രം പറയരുത്. ഇവർ സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ്. അവർ ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്കും ഇത്രയധികം വ്യൂ കിട്ടാനായിട്ട് കാരണം തന്നെ എന്താണ്? അവരുടെ ലൈഫിൻ്റെ, അതായത് സാധാരണ ഒരു പെൺകുട്ടിക്ക് അപ്രാപ്യമായ രീതിയിൽ രാവിലെ എണീറ്റ് ജിമ്മിന് പോവുക, വേണ്ട നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, ഇതൊക്കെ ഇങ്ങനെ കാണാനുള്ള കൗതുകം കൊണ്ട് ആളുകൾ അവരുടെ വ്ളോഗിൻ്റെ ഇടയിൽ പോയി ഇതൊക്കെ കാണുന്നു. അവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുന്നു, സ്വന്തമായി കാർ ഓടിക്കുന്നു, പോകുന്നു, ട്രിപ്പ് പോകുന്നു, നമ്മൾ കാണാത്ത രാജ്യങ്ങളിലേക്ക് മാലി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവരെ ഓരോ ട്രിപ്പിനും പോയി അവിടുത്തെ ഫുഡ് അടിക്കുന്നതും അതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ട് വെള്ളമിറക്കണം. ഇതാണ് അവരുടെ അധ്വാനം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ഇന്ന് അവസാനിച്ച അപ്പോൾ യൂട്യൂബ് എന്തെങ്കിലും കാരണവശാൽ ഇല്ലാണ്ട് ആയാൽ അതോടുകൂടി തീരും. കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എന്നാലും കുറച്ചും കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഈ പറഞ്ഞ പണികൾക്കൊക്കെ ഇറങ്ങേണ്ടി വരും. അല്ലാതെ ഒന്നും അവർക്ക് ജീവിക്കാനില്ല. പക്ഷേ അവർ അത്രമാത്രം പൈസ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കി എന്നുള്ളത് ഒരു സത്യമാണ്. ഇവർ സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു, അധ്വാനിച്ചു, അച്ഛനെയും അമ്മയെ ആശ്രയിക്കുന്നില്ല, അതൊക്കെ കൊള്ളാം. പക്ഷെ ഒരു വയസ്സായ അമ്മൂമ്മയെ അടിച്ചു എന്നുള്ള ആരോപണം, അതിന് അഹാന പറയുന്ന മറുപടി ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അത് തീർത്തും ഇല്ലാത്തൊരു ആരോപണമാണെന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി അഹാന പറയുന്നത്, അഹാന തുടക്കത്തിൽ അഹാനയും സഹോദരിമാരും ചെറുപ്പം മുതലേ പറ്റാവുന്ന സമയത്തൊക്കെ അപ്പൂപ്പനെയും അമ്മൂമ്മയും ഞങ്ങൾ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഈ അപ്പൂപ്പനും അമ്മൂമ്മയും ഇവരെ ഒന്നും ഇവർക്കൊന്നും ചെയ്തിട്ടില്ലേ? ഇവർ ഈ 4 മക്കളുടെ പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ അമ്മയെ വിവാഹം ചെയ്യുമ്പോൾ അദ്ദേഹം കൊടുത്ത സാധനങ്ങൾ, ഇവരോരോ വീടും അന്ന് തുടക്കം മുതൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ എന്തൊക്കെ സഹായങ്ങൾ. കൃഷ്ണകുമാർ ഇത്രയധികം സിനിമയിലൊന്നും ഓടി നടന്ന് അഭിനയിച്ചിട്ടില്ല. അന്ന് ഇവർ സോഷ്യൽ മീഡിയയിലും ഇല്ല. അപ്പോൾ അവരെ ജീവിക്കാനായിട്ട് ഈ 4 പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പഠനം, അവരുടെ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നിലനിർത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ആ അപ്പൂപ്പനും അമ്മൂമ്മയും തന്നെയാണ്, അവരുടെ മകൾ എന്നുള്ള ഒരു സ്ഥാനം വെച്ചിട്ട്. എന്തൊക്കെയായാലും ഇവർ അപ്പൂപ്പനെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് ഇവരുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ചെടിച്ചട്ടി ഇരിക്കുന്നിടത്ത് ഇരുത്തിയിട്ട് അവിടുന്ന് തന്നെ ഡ്രൈവർമാരോട് കൊണ്ടുപോകാൻ പറയുന്ന ഒരു രംഗമുണ്ട് കേട്ടോ. ഞാൻ ആ വീഡിയോ ഇവിടെ ഒന്ന് ചേർക്കാം. എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ ബൈ. കോളേജിലോട്ട് പോയിക്കാം. ബൈ.
കണ്ടല്ലോ, അതായത് പൊക്കോ, ഇപ്പോൾ പൊക്കോ, 4 ദിവസം കഴിഞ്ഞിട്ട് വാ, ഇവിടെ നിന്ന് തന്നെ പിടിച്ച് ഡ്രൈവർമാരോട് അവിടെ കൊണ്ടാക്കിക്കോ എന്ന് പറയുന്നുണ്ട്. ഈ സിന്ധു കൃഷ്ണ എന്തിനാണ് ഇങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇങ്ങനെ ട്രോമയിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ കുറ്റബോധം തന്നെ. അവരുടെ അച്ഛനും അമ്മയും ഒരു കൈ അകലത്തുണ്ടായിട്ടും എന്തൊക്കെ സ്വത്ത് തങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അച്ഛനെയും അമ്മേനെയും ഇത്രയും സൗകര്യങ്ങളുള്ള മക്കൾ 4 പെൺകുട്ടികളും അധ്വാനിക്കുന്നു, അവരുടെ ഭാഷയിൽ കഠിനമായി അധ്വാനിച്ച് ജീവിതം കണ്ടെത്തുന്ന ഒരു വീട്ടിലേക്ക് മകളാണെങ്കിലും ഈ സിന്ധു കൃഷ്ണ ആയാലും സകലമാന ഡെയിലി വ്ളോഗ്സ്, അത് ഇത് കിച്ചു, പിന്നെന്താണ് അവിടെയുള്ള അപ്പച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ അവരുടെ വ്ളോഗിനും വ്യൂ ഉണ്ട്. ഒരു വ്ളോഗ് തന്നെ അവരുടെ 45 മിനിറ്റ്, ഒരു 1 അവറൊക്കെയാണ്. അതിന് ലക്ഷക്കണക്കിനും അതിൽ തന്നെ ഒരു 10 lakhs വ്യൂ, 15 lakhs, 1 million ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ ഒരു ഇതെന്താ? അപ്പോൾ അവനവന് വരുമാനമുള്ളപ്പോൾ ആ സ്വത്ത് ആ അമ്മ ഉപേക്ഷിച്ച ആ കുട്ടിക്ക് ആയിക്കോട്ടെ, തൻ്റെ അനീത്തിയുടെ മകളഞ്ഞല്ലേ, അതിനൊക്കെ മറന്നിട്ട് ആ അച്ഛനെയും അമ്മേനെയും സ്വന്തം വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഈ CCTV വെച്ച് അവരെ അങ്ങോട്ട് തള്ളിയിട്ട് അപ്പോൾ ഇപ്പോൾ പൊക്കോ, 4 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് ഏതാണ്ട് നമ്മൾ ഈ ഇതിപ്പോൾ ആരോ ഞാൻ പറയുന്നില്ല ശരിക്കും അവരോട് പറയുന്ന പോലെ ഇപ്പോൾ പൊക്കോ എന്ന് പറഞ്ഞ് തള്ളിവിടുന്നത് എങ്ങടാണ്? ആ അപ്പൂപ്പന് നടക്കാൻ പോലും വയ്യ. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ വൈഫിനെയും എന്തൊക്കെ പറഞ്ഞാലും ഒരു റൂമിൽ കൊണ്ടിരുത്തി അവർക്ക് വേണ്ട ഭക്ഷണം അവിടുന്ന് കൊടുത്ത് അവർ പറയുന്നതൊക്കെ എന്തൊക്കെയെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞോട്ടെ എന്ന് അവഗണിച്ച് ഒരു മനസ്സ് പോലും അവർക്ക് ഉണ്ടായിട്ടില്ല. എന്നിട്ടാണ് അവർ ഈ പറയുന്നത് ഇങ്ങനെ ഹാന പറയുന്നത് അമ്മ ട്രോമയിലായി, അമ്മയ്ക്ക് വിഷമം. എന്തിനമ്മ വിഷമിക്കണു? അമ്മ നന്നായി നോക്കിയിട്ടുണ്ട്, നിങ്ങളൊക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ കിടന്ന് ബോധേടാവുന്നത്? ഇനി ഹാന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എല്ലാവിധ തെളിവുകളും ഞങ്ങൾ വേണമെങ്കിൽ പുറത്ത് വിട്ടിട്ട് സംസാരിക്കുക. ഇനിയും തെളിവുകൾ പുറത്തു വരട്ടെ, അപ്പോഴാണല്ലോ അപ്പുറത്തുനിന്ന് നിങ്ങൾക്കുള്ള തെളിവുകൾ തൻവി പുറത്തു വിടും. ഇതൊക്കെ നിങ്ങളായിട്ട് തന്നെ തുടങ്ങി വെച്ച് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അലക്കി വെളുപ്പിച്ചിട്ട് അത് ഉണക്കാനിട്ട് അത് ഉണങ്ങുന്നില്ല എന്ന് ആരോടെ പരാതി പറയണേ? ഇപ്പം എന്തിനാണ് ഈ 8 പേജുള്ള മുഖപ്രസംഗം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അത് തീർത്തും ഹാനയുടെ വ്യക്തിപരമായിട്ടുള്ള വലിയൊരു ആഘോഷം, പ്രത്യേകിച്ച് വിവാഹം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് വിവാഹം എന്ന് പറയുമ്പോൾ കുറച്ച് സമൂഹത്തിൻ്റെ അംഗീകാരം, അപ്പോൾ ഇത് ഇവൾ ആ അമ്മൂമ്മേനെ അടിച്ചവളല്ലേ, ആ അമ്മൂമ്മേനെ അങ്ങനെ പറഞ്ഞവളല്ലേ എന്ന് വീണ്ടും നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ചോദ്യമുണ്ട് എന്നുള്ളത് അവരുടെ കുറ്റബോധം കാരണം അവർക്ക് തോന്നുകയും അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് അവർ ഈ 8 പേജ് തീരാത്ത കാണ്ഡം പോലെ. ഇതൊക്കെ ആര് വായിക്കാനാണ്? സാധാരണ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇന്നത്തെ ഒരു ലെവലിലുള്ള എന്താ പറയുക ന്യൂജൻ കിഡ് ഒരു പാരഗ്രാഫ് പോലും വായിക്കാനായിട്ട് ഇംപേഷ്യൻ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ റിയാക്റ്റീവ് വീഡിയോക്കാർ എന്തെങ്കിലും വായിച്ച് ചെയ്തോട്ടെ. ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം പറഞ്ഞു തരാൻ അവർക്കേ പറ്റൂ എന്നുള്ളതാണ് എല്ലാ കമൻറ്റുകളും. ഇത് ഇത്രയും പേജൊക്കെ ആർക്ക് വായിക്കാൻ? ഇതൊക്കെ ഈ റിയാക്ഷൻ വീഡിയോയുടെ കമൻറ്റുകളുടെ താഴെ ഇതിങ്ങനെ പിൻ ചെയ്ത് വെക്കുകയാണ്. എന്തൊക്കെയായാലും ഇങ്ങനെ ഒരു സ്റ്റോറി ആയിട്ട് ഇനിയും വെളുപ്പിക്കാനായിട്ട് വീണ്ടും വരേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തിൻ്റെ ഒരു എതിർപ്പ്. വയസ്സായൊരു സിറ്റിസൺ അവരുടെ വായിൽ കൈയിട്ടിട്ട് അവരുടെ വായെന്നുള്ളതൊക്കെ ഇങ്ങോട്ട് വരുത്തിയിട്ട് ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് ഇതൊക്കെ തെളിവുണ്ട്. എന്ത് തെളിവ്? ഇതൊക്കെ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും എന്താ പറയുക ശിഥിലമായിട്ടുള്ള ചിത്രങ്ങളാണ്. സ്വന്തം മകൾ ഇപ്പുറത്ത് ഇരുന്ന് CCTV കാണുക, അവിടെ അച്ഛൻ്റെ അമ്മേനെ ബക്കറ്റോട്ട് അടിക്കുക, ചെരുപ്പോട്ട് അടിക്കുക, ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ അമ്മ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അമ്മയെ ഞാൻ നോക്കാത്തതെന്ന് ഒരു റാൻഡം പീപ്പിളിന് അയച്ചു കൊടുക്കുക. പലവിധ ആളുകൾ അവർ വീണ്ടും പലർക്കും അയച്ചു കൊടുക്കുക. ഇത് സമൂഹത്തിൽ ഒരു ചോദ്യം പോലെ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും റെഡിറ്റിലൊക്കെ ഈ വീഡിയോ ഇങ്ങനെ നടക്കണം. ഇതാരാണ്? ഇത് സിന്ധു കൃഷ്ണകുമാറിൻ്റെ അമ്മ, അവരുടെ അച്ഛൻ. അവർ വയസ്സായിട്ട് അവരൊരു വീടിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെടുന്നു, ഒരു ഹോം നേഴ്സ് ഉണ്ടാവുന്നു. അവരുടെ ആ മാനസികമായിട്ടുള്ള ആ തലങ്ങൾ വയസ്സാവുമ്പോൾ ആദ്യം അവർ കല്യാണം കഴിച്ച മധുവിധ ആളുകൾ പോലെയല്ല, വയസ്സാവുമ്പോൾ പല അവശതകളും. രോഗിയായിട്ടുള്ള അപ്പൂപ്പൻ ഇവർ ഡ്രസ്സ് കഴുകുമ്പോൾ അടുത്തേക്ക് വന്ന് എന്തോ പറയുമ്പോഴാണ് ഇവർ ചെരുപ്പെടുത്ത് അടിക്കുന്നതും ബക്കറ്റ് കൊണ്ട് എറിയാൻ ശ്രമിക്കുന്നതൊക്കെ. ഇതൊക്കെ ഒന്ന് ഈ CCTV ക്യാമറയിൽ ആ ഫൂട്ടേജ് നോക്കിയിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്ത് പിടിച്ചിട്ട് അതിന്ന് കട്ട് ചെയ്തിട്ട് റാൻഡം പീപ്പിളുടെ അയച്ചു കൊടുക്കുന്ന ഒരു മകളെ സംബന്ധിച്ചിടത്തോളം ആ മകളുടെ മകൾ വന്ന് ആ മകളെ എത്ര വെളുപ്പിച്ചാലും ഈ കാര്യം വെളുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.